ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഇന്നൊരു ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. 5 വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറിവേപ്പില 1 തണ്ട് എടുത്തിട്ടുണ്ട്. മല്ലിയില 1 പിടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കണം, ക്യൂമിൻ സീഡ്. അതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ലാതെ, ഒരുപാട് മസാലകളില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് ചെറിയ ഉള്ളി വേണ്ട, അതുപോലെ സവാള വേണ്ട, അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ബീറ്റ്റൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതുമാണ്, കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു വരുമൊന്നും വേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ വേണ്ടുള്ളൂ, ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെയാണ് ഇരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വഴറ്റിയിട്ടൊന്നുമില്ല, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഒട്ടും തന്നെ കൂടുതൽ വഴറ്റിയെടുത്തിട്ടില്ല. ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ അതേ കടായി തന്നെ സ്റ്റൗവിൽ വെക്കുകയാണ്. ഇതിലേക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1/2 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കായപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മുളക് പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടിയോളം കറിവേപ്പില, ഒരല്ലി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമാണ് ഈ പൊടികളൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലൊരു കളറാണ് ഇതിനുണ്ടാവുക. നമ്മൾ ബീറ്റ്റൂട്ടും കൂടെ എക്സ്ട്രാ ചേർത്തത് കൊണ്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഉപ്പ് ഞാനൊരു 1/2 സ്പൂണോളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പും പിന്നെ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടും, ഒരുപാട് ലൂസായിട്ടല്ല ഒരുപാട് കട്ടിയായിട്ടുമല്ല, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇത് തലേ ദിവസം വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ എളുപ്പത്തിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചട്നി ഉണ്ടാക്കിയെടുക്കാറ്. സാധാരണ നമ്മൾ സാമ്പാറും ചമ്മന്തിപ്പൊടിയും തേങ്ങാ ചട്നിയൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാറ്. ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. മസാല ദോശയ്ക്കും സാദാ ദോശയ്ക്കും ഊത്തപ്പത്തിനും ഇഡ്ഡലിക്കും എല്ലാം പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ ഇനി ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടുകയാണ് കേട്ടോ. ചൂടാറിയ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. തക്കാളി അരച്ച് ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ മല്ലിയിലയും അതുപോലെ തന്നെ കായമൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.